പയ്യൻ പാലക്കാടാണ് സ്വദേശം. നിലവിൽ ജോലി പാലക്കാടല്ല, ഗൾഫിലാണ്. എൻ്റെ ജ്യേഷ്ഠനാണ്, എനിക്കല്ല ജ്യേഷ്ഠനാണ് നോക്കുന്നത്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞാൻ ദിയയുടെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആ പെൺകുട്ടിക്ക് പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അത് ആ തെറ്റുകളെല്ലാം തിരുത്തിയിട്ട് അവൾ മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു വന്നു. അൽഹംദുലില്ലാ, അതെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. അവൾ മാതാപിതാക്കളുടെ അടുത്തോട്ട് തിരിച്ചു വന്നത് അവൾ ഈ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ അതൊന്നുമല്ല പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോസ് ഇട്ടതിനകത്ത് ഒരു 400ഓളം കമന്റ്സ്, അതിൽ ഒരു 400-ൽ പുറത്ത് കമന്റ്സുകൾ അതിൽ വന്നിട്ടുണ്ട്. അതിൽ കുറച്ചു പേരൊക്കെ നല്ലത് തന്നെ പറഞ്ഞത്. കാരണം ആ കുട്ടി തിരിച്ചു വന്നല്ലോ, തെറ്റുകൾ മനസ്സിലാക്കി ആ കുട്ടി തിരിച്ചു വന്നതിൽ അത് നല്ല കാര്യമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ 3/4 കുറെ കമന്റ്സുകൾ, എനിക്കത് പറയാൻ പോലും പറ്റാത്ത അറയ്ക്കുന്ന കുറെ കമന്റ്സുകളാണ് അതിൽ വന്നത്. ഇത്തരം വൃത്തികെട്ട കമന്റ്സുകളൊക്കെ ഇട്ടവര് അവര് ഈ ജീവിതത്തിൽ ഒരു തെറ്റുകളും ചെയ്തിട്ടില്ലേ? അങ്ങനെ ചോദിച്ചാൽ നിങ്ങളുടെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്, നിങ്ങൾ യാതൊരുവിധ തെറ്റും ചെയ്യാത്തവരാണോ എന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അങ്ങനെ പറയാൻ പറ്റത്തില്ല. മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിച്ചു പോകും. ഈ കമന്റ്സ് ഇട്ടവരും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. അവരുടെ സ്വന്തം കുറ്റങ്ങൾ അവർക്ക് മറച്ചു വെച്ചിട്ടായിരിക്കും അവർ വന്ന് ഈ അത്ര വൃത്തികെട്ട കമന്റ്സുകളൊക്കെ ഇട്ടിട്ട് പോകുന്നത്. ഈ കണ്ണൂരുകാരി ദിയയ്ക്കും ഒരു വിവാഹാലോചന വന്നിരിക്കുകയാണ്. ആ കുടുംബം ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും. പയ്യൻ പാലക്കാടാണ് സ്വദേശം. നിലവിൽ ജോലി പാലക്കാടല്ല, ഗൾഫിലാണ്. എൻ്റെ ജ്യേഷ്ഠനാണ്, എനിക്കല്ല ജ്യേഷ്ഠനാണ് നോക്കുന്നത്. നിങ്ങളുടെ വീഡിയോ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ജ്യേഷ്ഠ ഇങ്ങനെ അവിടെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളാരും നാട്ടിലില്ല, നിലവിലും ഉമ്മയും ഞങ്ങളെല്ലാരും ഇവിടെ ഗൾഫിൽ തന്നെയാണ്, അബുദാബിയിലാണ് ഞങ്ങളെല്ലാരും ഉള്ളത്. അപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ എങ്ങനെ ചെയ്യാം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത്. നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾക്ക് അവരായിട്ട് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉമ്മാനോടോ ഇല്ലെങ്കിൽ സിസ്റ്ററിനോടോ പറയാം. ഞാൻ അതാണ് നമ്പർ ചോദിച്ചത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനും പറയാം. ഞാൻ അന്വേഷിച്ചു എന്നുള്ളു, എങ്ങനെ എനിക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പൊ നിങ്ങൾ മുഖാന്തരം അറിയാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചാണ്. പിന്നെ പാസ്റ്റ് അങ്ങനെ ഒന്നുമില്ല, ഫസ്റ്റ് മാരേജ് ആണ്. ഞങ്ങള് കുറച്ചു കാലായി, ജ്യേഷ്ഠൻ കുറെ കാലം ഇങ്ങനെ നോക്കാൻ വേണ്ടി നിൽക്കുന്നു. മൂപ്പര് വേണ്ടാന്ന് ഇങ്ങനെ ഡിലേ ആക്കി പോയതാണ്. ഇപ്പൊ ഒരു 6 മാസത്തോളായിട്ട് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്നാണ് ഇപ്പൊ ഇങ്ങനെ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാന്ന് പറഞ്ഞത്. ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോണ്ട് ഇന്നലെ വീട്ടില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഞങ്ങള് വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടിട്ടുള്ളായിരുന്നു. ഞാൻ ഇതിന്റെ മുമ്പ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അല്ലാണ്ട് തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലും മറ്റും കിടക്കുന്നുണ്ടല്ലോ, അതെല്ലാം കണ്ടുള്ളത് തന്നെയാണ്. പിന്നെ ഉമ്മാക്ക് അറിയണ്ടായിരുന്നില്ല. ഉമ്മാക്ക് ഇന്നലെ ജ്യേഷ്ഠൻ പറഞ്ഞതിന് ശേഷമാണ് ഉമ്മാക്കും എല്ലാം അറിയുന്നത്. സിസ്റ്റർ ആണെങ്കിലും അളിയനാണെങ്കിലും ഇന്നലെയാണ് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരും ഇന്നലെയാണ് ഇങ്ങനെ അറിയണ്ടായിരുന്നത്, ലാസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതെല്ലാം ഞങ്ങൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ വെക്കുന്നത്. മുന്നോട്ടുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ പോവും എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ പാസ്റ്റും കാര്യങ്ങളും നോക്കുന്നില്ല. അപ്പൊ അത് എങ്ങനെ മൂവ് ഓൺ ചെയ്യും എന്നുള്ളത് അറിയത്തില്ല. നിങ്ങളെയാണോ കോണ്ടാക്ട് ചെയ്യേണ്ടതോ, നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധം ഉണ്ടോ അവരായിട്ട്, വേറെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ എങ്ങനെയാണ് ബന്ധപ്പെടാന്ന് അറിയാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്തതാണ്.
ചില കമന്റ്സുകളും ഉണ്ട് ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞാല് പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് കയറ്റരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. മനുഷ്യരാണ്, ആ തെറ്റുകൾ പറ്റും, കുറ്റങ്ങൾ പറ്റും. ഇപ്പം അത് സത്യമാണ്, മാതാപിതാക്കളെ കണ്ണീര് ഉടുപ്പിച്ചിട്ട് ഒരു മക്കളും പോവാതിരിക്കുക. പക്ഷേ മനുഷ്യരാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിരിക്കും. ഇപ്പൊ പോയി എന്ന് കരുതിയിട്ട് എത്രയോ അടുത്ത് ആൾക്കാർ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ അവരെ സ്വീകരിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ പ്രശ്നമാകുമ്പോ ഈ ആദ്യത്തെ ഒരു മൂച്ചയെ കാണത്തുള്ളൂ ഈ ഓടി പോകുമ്പോൾ. അതെല്ലാം കഴിഞ്ഞിട്ട് എന്തായാലും വീട്ടുകാർ തള്ളിക്കളയത്തില്ല. അവന്റെ ആവശ്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് അവർ തള്ളിക്കളയും. പക്ഷേ ഒരിക്കലും തള്ളിക്കളയാത്ത രണ്ട് മനസ്സുകൾ വീട്ടിൽ കാണും. അത് സ്വന്തം ഉമ്മായും വാപ്പായും തന്നെയായിരിക്കും. മാതാപിതാക്കൾ എന്തായാലും തള്ളിക്കളയുകയില്ല. എന്റെ ഒരു അറിവിൽ എന്റെ അടുത്ത് തന്നെ ഇതുപോലെ സെയിം ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കാണാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവള് ഇതുപോലെ അന്യമതസ്ഥന്റെ ഒപ്പം പ്രേമിച്ച് അങ്ങ് ഇറങ്ങിപ്പോയി. ശരിക്കും പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഞെട്ടിപ്പോയി അവൾ ഇറങ്ങിപ്പോയപ്പോൾ. ആ പോയ സമയത്ത് അവർ അമ്പലത്തിൽ പോയി മാലയിട്ട് കല്യാണമൊക്കെ കഴിച്ച് അവര് ജീവിതവും തുടങ്ങി. അങ്ങനെ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞായതിനു ശേഷം കുറെ നാളൊക്കെ നല്ല രീതിയിൽ പോയി. പിന്നീട് പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി. പിന്നീട് എന്നും ബഹളമായി, അടിയായി, പിന്നെ പ്രശ്നങ്ങളായി. അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ രണ്ടാളും തമ്മിൽ ബന്ധം പിരിഞ്ഞു. അവൾ എവിടോട്ടാ പോകുന്നത്? അവൾ ഇനി വീട്ടിലേക്ക് വന്ന് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ ഇവിടെ എന്താ പറഞ്ഞിരുന്നത്? ഇവിടെ കേറ്റത്തില്ല, എടുക്കത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും പെറ്റ വയറിന് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ആ ഉമ്മയും ആ സഹോദരങ്ങളും ഒക്കെ അവള് രണ്ടും കൂട്ടിയിട്ട് അവളെ ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ശരിക്കും പറഞ്ഞാൽ അവര് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഇപ്പൊ തെറ്റ് ചെയ്യാത്തവരാരുമില്ല, അവരുടെ പ്രായത്തിൻ്റെതാണ് അവർ ചെയ്തു പോയത് എന്നും പറഞ്ഞിട്ട് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റുമോ? മാതാപിതാക്കൾക്ക് ഒരിക്കലും പറ്റില്ല. അങ്ങനെ എന്തായാലും അവള് വീട്ടിൽ വന്ന് നിന്ന് ആ കുഞ്ഞുമായിട്ട് വീട്ടിൽ വന്ന് നിന്ന് ഒരു ജോലി സംഘടിപ്പിച്ച് അവൾക്കൊരു ജോലിയുമായി. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ് അവൾക്ക് ഇതേ നല്ലൊരു കല്യാണാലോചന വന്ന് ഇതേ ഇപ്പൊ നല്ല രീതിയിൽ കല്യാണം കഴിഞ്ഞു. അവൾ അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. അപ്പം ആദ്യം ഒരു തെറ്റ് പറ്റി എന്ന് കരുതിയിട്ട് ആ വീട്ടുകാരും കൂടി കൈ ഒഴിഞ്ഞ് കളഞ്ഞിരുന്നു എങ്കിൽ അവളുടെ അവസ്ഥ എന്താകുമായിരുന്നു? തെറ്റ് പറ്റാത്തവരായിട്ട് ആരുമില്ല. ഈ പറയുന്ന ആർക്കായാലും നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റുന്ന മനുഷ്യരാണ്. പക്ഷെ അത് ക്ഷമിക്കാനും പൊറുക്കാനും ആരൊക്കെ ക്ഷമിച്ചില്ല പൊറത്തില്ല എന്ന് പറഞ്ഞാലും അത് പെറ്റവരുന്ന അതായത് മാതാപിതാക്കള് അതെന്തായാലും ക്ഷമിക്കുകയും ചെയ്യും, സഹിക്കുകയും ചെയ്യും. അവരുടെ മക്കളെ ഒരിക്കലും അവര് തെരുവിലേക്ക് ഇറക്കി വിടത്തില്ല. അതാണ് മാതാപിതാക്കളുടെ ഒരു ഗുണം. കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു വീഡിയോസിന്റെ ദിയയുടെ വീഡിയോസിനകത്ത് വന്നൊരു കമന്റ് ആട്ടോ. അതെന്ന് പറഞ്ഞാൽ കുറെ കമന്റ്സ് വന്നു. എങ്കിലും ഒരു ഉപ്പയുടെ ആദ്യമായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇതെടുത്തേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാട്ടോ: ഞാൻ 2 പെൺമക്കളുടെ അച്ഛനാണ്. എന്റെ മക്കളാണ് എന്നെയും ഭാര്യയെയും ധിക്കരിച്ച് പോയതെങ്കിൽ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും ഞാൻ വീട്ടിൽ കയറ്റില്ല. അവൾ പോയി ചത്താലും ഞാൻ സ്വീകരിക്കില്ല. ഓരോ മാതാപിതാക്കളുടെ മനസ്സിലെ വിഷമം എത്രയെന്ന് ഈ പെൺകുട്ടികൾ ചിന്തിക്കില്ല. അവരെ പോറ്റി വളർത്തിയിട്ട് സ്വന്തം സുഖം തേടി പോകുന്നവരെ അടുപ്പിക്കരുത്. ആ ഉപ്പയുടെ മനസ്സിന്റെ ആദ്യമാണ് ഈ എഴുതി കുറിച്ചത്. എന്തായാലും ഓരോ മാതാപിതാക്കളും മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നത് പല പല പ്രതീക്ഷകളോടെയും സ്വപ്നങ്ങളോടെയും കൂടിയിട്ടാണ്. ഒരു മക്കളും ഇങ്ങനെ മാതാപിതാക്കളെ ദുഃഖത്തിലേക്ക് തള്ളിയിടാതിരിക്കട്ടെ. അവര് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോട്ടെ.